അച്ഛാ, അച്ഛൻ്റെ ദേവ് പാസ്സായി അച്ഛാ. അച്ഛൻ്റെ ദേവ് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിഗ്രി പാസ്സായി. അച്ഛൻ പറയാറില്ലേ, അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ മക്കളെ പുസ്തകം തുറന്ന് പഠിക്കുന്നത് കാണുന്നത് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന്. അതുപോലെ പഠിച്ച് ഞാൻ പാസ്സായി അച്ഛാ. അച്ഛൻ ഞാൻ രാത്രി പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് കാവലിരിക്കാറില്ല ഉറക്കം വിളിച്ചിട്ട്. അച്ഛൻ ഞാൻ പഠിക്കുന്നതും നോക്കി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ഞാൻ കാണാറുള്ളതാണല്ലോ. അച്ഛൻ ഇപ്പോൾ ഈ സന്തോഷത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കുചേരണമെന്ന് എനിക്കറിയാം അച്ഛാ. അച്ഛൻ ഇവിടെയുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അച്ഛാ. അച്ഛൻ്റെ മോള് പഠിച്ച അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ പാസ്സായി. അച്ഛൻ പറയാറില്ലേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നല്ല വിദ്യാഭ്യാസമാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു അച്ഛാ. അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കുകയാണ് കേട്ടോ അച്ഛാ. അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അച്ഛൻ്റെ ദൈവം മിടിക്കുകട്ടോ അച്ഛാ. ഇങ്ങനെ പറഞ്ഞ ദേവു അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പ് പൊട്ടിക്കരയുന്ന നെഞ്ചു പൊട്ടുന്ന സീനുകളാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ. കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയാം കേട്ടോ. അങ്ങനെ ചന്ദ്രോദയത്തിൽ ദേവു ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ സന്തോഷം രേവതി സച്ചി എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതിനെ കളിയാക്കാണ് സുധി. ഒരു ഡിഗ്രി കിട്ടേണ്ടതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്ന സുധിയോട് രേവതിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പറഞ്ഞ് വായടപ്പിക്കുകയാണ് സച്ചി പറയുകയാണ്, എടാ നിനക്കൊക്കെ ഒരു ഡിഗ്രി അല്ല 7 ഡിഗ്രി അല്ല എത്ര ഡിഗ്രി വേണമെങ്കിലും എടുക്കാൻ പറ്റും. കാരണം നീയൊക്കെ ആഗ്രഹിക്കുമ്പോഴേക്കും നിനക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ മുഴുവൻ അച്ഛൻ നിൻ്റെ അടുത്ത് എത്തിക്കാറുണ്ട്. അതുപോലെയല്ല രേവതിയുടെ വീട്ടിലത്തെ കാര്യം. ദേവു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ട് ഡിഗ്രി എടുത്തത് നിനക്കറിയോ? രേവതിക്കും ദേവുവിന് എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നറിയോ? നിനക്കറിയോ? ദേവു ചിലപ്പോൾ ഒരു പെൻസിലിന് 2-3 ദിവസം കാത്തിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടാണ് അവൾ ഡിഗ്രി എടുത്ത് ഫസ്റ്റ് ക്ലാസ് മേടിച്ചേക്കണത്. അത് പറയുമ്പോൾ രേവതി വീട്ടിലത്തെ സിറ്റുവേഷനുകളൊക്കെ ആലോചിച്ചിരുന്ന് പൊട്ടിക്കരയണം. അത് കാണുന്ന വർഷയ്ക്കും ശ്രീകാന്തിനും രവീന്ദ്രനും ഒക്കെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. സച്ചി ഒരിക്കലും രേവതിയുടെ കുടുംബത്തിന് താത്തിക്കെട്ട സുധിയെ സമ്മതിക്കുന്നില്ല. രേവതി, ദേവു ചേച്ചി ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ നിനക്കതിൽ വലിയ പങ്കൊന്നുമില്ല എന്ന് എല്ലാവരും പറയുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ദേവു ഭാഗ്യം ചെയ്തവളാ. ദേവു ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടിയാ. കാരണം അവൾക്ക് 2 അമ്മയാ. ഒന്ന് അവൾക്ക് ജന്മം നൽകിയ അമ്മയും രണ്ടാമത് അവൾക്ക് ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഈ ചേച്ചിയമ്മയും. അവൾക്ക് 2 അമ്മയില്ല. രേവതി, ഇതിലും കൂടുതൽ സന്തോഷം നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് സച്ചി. എന്നിട്ട് രേവതിയെ സമാധാനിപ്പിക്കുകയാണ്. എടാ സുധി, ദേവു നേടിയേക്കണ ഈ നേട്ടത്തിലുണ്ടല്ലോ ഇവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും ത്യാഗവും വിയർപ്പും സന്തോഷവും പ്രാർത്ഥനയും കണ്ണീരും എല്ലാം ഉണ്ടടാ. ഒപ്പം രേവതിയുടെ ഉണ്ടടാ. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയാണ് സച്ചി സുധിയോട്. എടാ, നിന്നെപ്പോലുള്ളവർക്കേ പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ. പഠിക്കുന്നവരുടെ കഷ്ടപ്പാട് എന്നൊന്നുണ്ട്. അതായത് പഠിപ്പിക്കുന്നവരുടെ കഷ്ടപ്പാട് എന്നൊന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ നിനക്ക് ജന്മം കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി പിങ്ങിക്കരയുന്ന രേവതിയെ സ്നേഹത്തോട് കൂടിയിട്ട് സച്ചിയുടെ രേവതിയുടെ സൈഡിൽ നിന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ശ്രുതി പറയാണ്, സുധി, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇത്രയും പഠിച്ച് ഇത്രയും വലിയൊരു മാർക്കോട് കൂടിയിട്ട് ഡിഗ്രി പാസ്സാവുക വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ദേവു പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു, വീട്ടിൽ അമ്മയെ സഹായിക്കുന്നു. അതിൻ്റെ ഒപ്പമാണ് അവൾ പഠിപ്പ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ്, കണ്ടില്ലടാ, പാർലറേട്ടത്തിക്ക് പോലെ ഒരു സാധാരണ കുടുംബത്തിലത്തെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ നിനക്കത് മനസ്സിലാവില്ലടാ. പഠിപ്പ് പകുതി നിർത്തുന്നതിൻ്റെയും പഠിക്കാൻ പറ്റാത്തതിൻ്റെയും വിഷമം എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ പഠിക്കാൻ പറ്റാത്തതിനാ ഞാൻ. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അതിവിടെ പലർക്കും അറിയാവുന്നതുമാണ് എന്ന് പറയാണ് സച്ചി. അപ്പോൾ സച്ചിയുടെ ഏതോ ഒരു ഭൂതകാലാണ് അതിൽ തെളിഞ്ഞു വരുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. രേവതി, ദേവുവിന് പഠിക്കാൻ പറ. ദേവുവിന് എത്ര പഠിക്കണം അത്രയും പഠിക്കാൻ പറ. ഞാൻ പഠിപ്പിച്ചോളാം അവളെന്നെ പറയാണ് സച്ചി രേവതിയോട്. ഇത് കേട്ട് നിൽക്കുന്ന ശ്രുതി പറയാണ്, വീട്ടിലെ പ്രാരാബ്ദം, കഷ്ടപ്പാട്, പാർട്ട് ടൈം ജോലി, വീട്ടിലെ അമ്മയെ സഹായിക്കൽ, വീട്ടിലെ ജോലികൾ ചെയ്യൽ, ഒരു ഫെസിലിറ്റിയും ഇല്ലാതെ ദേവ് പഠിച്ചിട്ട് ഇത്രയും മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായെങ്കിൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ് പറയാണ്. അങ്ങനെ ശ്രുതി സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. ദേവുവിനെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് നിൽക്കുന്ന ശ്രീകാന്ത് പറയാണ്, അതെ വളരെ നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ വർഷോട്ട് കണ്ടുകൊണ്ട്, ശ്രീകാന്തേ, ഇന്ന് നിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കണം. അവിടെ നമുക്കിന്ന് അടിച്ച് പൊളിക്കണം. അതെന്തിനാ മോളെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണം? അത് ദേവു അല്ലേ പാസ്സായി? ദേവു ഈ ഫാമിലിയുടെ ഒരു മെമ്പർ തന്നെ അല്ല ആൻറ്റി. എൻ്റെ ഇപ്പോൾ ഒരു ഡിഗ്രി പഠിച്ച് പാസ്സാകാനാണ് ഇത്ര വലിയ ആഘോഷം. ഒരു ഡിഗ്രി പഠിച്ച് പാസ്സാവാന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെ ആൻറ്റി. ആൻറ്റിക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആൻറ്റിക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവും. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെ ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി മാത്രമല്ല, ഞാൻ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഓ താങ്ക് യു ശ്രീകാന്തേ. ഇന്ന് ആരും അടുക്കളയിൽ കയറണ്ട, ഇന്നത്തെ കിച്ചൻ്റെ ഫുൾ ഉത്തരവാദിത്തം എനിക്കാണെന്ന് പറഞ്ഞിട്ട് അവരത് ആഘോഷമാക്കാൻ പോവാണ്. ഇത് കേൾക്കുന്ന ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി പറയണം,
ജയിച്ചതും ഡിഗ്രി എടുത്തതും വേറെ ഏതോ ഒരുത്തി. ആഘോഷങ്ങൾ മുഴുവൻ ഇവിടെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി അവിടുന്ന് പോവാണ്. അത് കാണുമ്പോൾ രവീന്ദ്രൻ പറയാണ് സച്ചിയോടും രേവതിയോടും, മക്കളെ നിങ്ങളിതൊന്നും ഓർത്തിട്ട് വിഷമിക്കണ്ട. അവൾ അങ്ങനെയാ, ഇവള് മാത്രം എന്താ ഇങ്ങനെ ആയി പോയണാവോ, ഇവളിനി എന്നാ നേരാവാണാവോ എന്നിങ്ങനെ രവീന്ദ്രൻ സ്വയം പറഞ്ഞിട്ടിരിക്കുകയാണ്. അച്ഛാ ഞങ്ങളൊന്ന് രേവതിയുടെ വീട് വരെ പോയിട്ട് വരാം. പോയിട്ട് വാ മക്കളെ, ഞാനത് പറയാനിരിക്കുകയായിരുന്നു നിങ്ങളോട്. അത് കഴിഞ്ഞ് സച്ചി രേവതിയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രുതി നോക്കുമ്പോൾ ശ്രുതി ഗംഭീര പ്രാർത്ഥനയാണ്. പുഷ്പടണോ പ്രാർത്ഥിക്കണോ, ദൈവമേ ശത്രുക്കളൊന്നും എൻ്റെ നേരെ വരരുതേ, ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ചുറ്റുവട്ടം തിരിഞ്ഞ് നമസ്കരിച്ച് ശ്രുതി ചോദിക്കാൻ, എൻ്റെ ശ്രുതി ഈ നേരത്തെ എന്താ ഒരു പ്രാർത്ഥന ചോദിക്കും പറയണം. പ്രാർത്ഥിക്കാൻ അങ്ങനെ നേരവും കാലമൊന്നുമില്ല ശ്രുതി പറയണം. എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കളർ ഷർട്ടുകൾ ഇടണ കാരണം എനിക്കൊരു രക്ഷാകവചം തന്നെയുണ്ട്. ജോത്സ്യം പറഞ്ഞത് വളരെ ശരിയാ, ഈ ഷർട്ടുകൾ ഇടുന്ന കാരണം ഇപ്പോൾ ശത്രുക്കളൊന്നും എന്നെ സമീപിക്കണേ ഇല്ല. അപ്പോൾ ശ്രുതി പറയണം, അതേ ശത്രുക്കൾ സമീപിക്കാത്തത് അതുകൊണ്ടൊന്നല്ല, ഈ ഷർട്ടിൻ്റെ മണം കൊണ്ട് അലക്കിയിട്ട് വേണ്ടേ, അലക്കാത്ത കാരണം കൊണ്ട് പൊട്ട മണമല്ലേ എന്ന് പറയണം. അപ്പോൾ ശ്രുതി നീ ഇത് അലക്കാറില്ലേ? അപ്പോൾ ശ്രുതി പറയണം, ശ്രുതി വേഗം പോയേ, കട തുറക്കാനുള്ള സമയമായി, ഷോറൂം തുറക്കണ്ടേ പറഞ്ഞിട്ട് ശ്രുതിനെ ഉന്തി തള്ളിയിട്ട് വിടുകയാണ് ശ്രുതി. ഈ സമയം രേവതിയുടെ വീട്ടിൽ ദേവുവിൻ്റെ വിജയത്തിൻ്റെ ആഘോഷമാണ്. ദേവുവിന് ലഡ്ഡു കൊടുക്കുന്നു. ദേവുവിൻ്റെ അമ്മയുണ്ട്, അടുത്തുള്ളവരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലൊരു സ്ത്രീ ദേവുവിന് ലഡ്ഡു കൊടുത്തിട്ട് പറയണേ, ദേവു ഇത് വലിയൊരു വിജയം തന്നെയാണ്. കാരണം നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്തെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ ഗതി എന്താവുമെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ലക്ഷ്മി വളരെ നന്നായി തന്നെ നിങ്ങളെ നോക്കി വളർത്തി പഠിപ്പിച്ചു. ഇപ്പം നല്ല വിജയത്തോടുകൂടി നീ പാസ്സാവും ചെയ്തു. അപ്പോൾ ലക്ഷ്മി പറയണ, അത് ഞാൻ മാത്രമല്ല, എൻ്റെ രേവതി മോള് കാരണം, എൻ്റെ രേവതി മോൾ എൻ്റെ കൂടെയുള്ള കാരണം കൊണ്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു പറയാണ്. അപ്പോൾ പറയാം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് ലക്ഷ്മി, ഇതൊരു ചെറിയ വിജയമല്ല. കാരണം പാർട്ട് ടൈം ജോലി ചെയ്ത് നിന്നെ സഹായിച്ചും വീട്ടുജോലികൾ ചെയ്തും ദേവു ഇത്രയും വലിയൊരു വിജയം നേടിയെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വിജയം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയത്തിന് വലിയൊരു അംഗീകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ലക്ഷ്മിനെയും ദേവുവിനെയും അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കുന്ന കേൾക്കുമ്പോൾ ലക്ഷ്മി ദേവും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ലക്ഷ്മി മകളെ ചേർത്ത് പിടിച്ചിട്ട് പറയണ, ദേവു അമ്മയ്ക്ക് സന്തോഷമായി മോളെ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇതൊക്കെ കാണാൻ നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ ദേവു പറയണം, അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അമ്മേ, അച്ഛൻ നമ്മളെ വിട്ടു പോയി എന്ന് ആരാ പറഞ്ഞേ, അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പെട്ട് ദേവു അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് ആയിരിക്കും ചെന്നിട്ട് പറയണം, അച്ഛൻ്റെ ആഗ്രഹം പോലെ അച്ഛൻ്റെ ദേവു പഠിച്ച് പാസ്സായി അച്ഛൻ പറയാറില്ലേ പഠിച്ചാലേ കുടുംബം രക്ഷപ്പെടുമെന്ന്, അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നച്ചാ. ഞാൻ ഉറക്കമൊഴിഞ്ഞ് പഠിക്കുമ്പോൾ അച്ഛൻ എനിക്ക് കാവലിരിക്കാറില്ലേ, അച്ഛൻ പറയാറില്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ പുസ്തകം തുറന്ന് വായിക്കുന്നതാണ്. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ദേവ് പുസ്തകം തുറന്ന് വായിക്കാറുള്ളത്, പഠിക്കുക എന്നുള്ളതിനെക്കാട്ടും ഉപരി അച്ഛനെ സന്തോഷിപ്പിക്കുക എന്നല്ലേ ദേവിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വായിച്ച് ദേവ് വലിയൊരു കടമ്പ കടന്നച്ചാ. അച്ഛൻ്റെ മോള് പാസ്സായി, അച്ഛൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുന്നുണ്ട് അച്ഛാ, അച്ഛൻ ഇതെല്ലാം അവിടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ, അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് ഓടി വന്ന് ലക്ഷ്മിയോട് പറയണം, അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടമ്മേ, അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അച്ഛനുള്ളത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അമ്മേ എന്നൊക്കെ പറയുമ്പോൾ മോളെ എന്ന് വിളിച്ചിട്ട് ദേവും ലക്ഷ്മിയും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് കരയണം. ഇതെല്ലാം കണ്ടിട്ട് കരഞ്ഞിട്ട് നിൽക്കാനായിട്ട് ശരത്തും. അങ്ങനെ ഒരു ഭയങ്കര സങ്കടകരമായ ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് രേവതിയുടെ വീട് കടന്നു പോകുന്നത്. അങ്ങനെ ഈ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് ഇവരെ കാണുമ്പോൾ ലക്ഷ്മി പറയണം, ആ മക്കൾ വന്ന് ഇത്ര പെട്ടെന്ന് എത്തിയ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോന്നതാന്ന് പറയും രേവതി. അപ്പോൾ എനിക്ക് ദേവും മോളെ ചേച്ചിക്ക് സന്തോഷമായി എന്നൊക്കെ പറയും. സന്തോഷമായി എന്ന് പറയുമ്പോൾ സച്ചി പറയും, സന്തോഷമായി ദേവു, അഭിനന്ദനങ്ങൾ എന്ന് പറയും. അപ്പോൾ ദേവു താങ്ക് യു സച്ചേട്ടാ പറയുമ്പോൾ താങ്ക് യു, അതാണ് പഠിച്ച് നമ്മുടെ ഭാഷ മറക്കുന്ന പലരും ഉണ്ട്, അതുപോലെ അവല്ല ദേവു, വലിയ ചേട്ടാ നന്ദി എന്ന് പറയാണ് സച്ചിയോട്. അത് കഴിഞ്ഞിട്ട് രേവതിയോട് ദേവ് പറയാൻ, എൻ്റെ ഈ നേട്ടത്തിൻ്റെ കാരണം എൻ്റെ ചേച്ചിയാണ്, എൻ്റെ വിജയം മുഴുവൻ എൻ്റെ ചേച്ചിക്കുള്ളതെന്ന് പറയുമ്പോൾ ദേവു അതിന് ഞാനെന്താ ചെയ്തത്, നീയല്ലേ പഠിച്ച് പാസ്സായി എന്ന് ചോദിക്കുമ്പോൾ പറയാനല്ല, എന്നേക്കാൾ കൂടുതൽ പഠിച്ചിരുന്നു എൻ്റെ ചേച്ചി, എന്നേക്കാൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചേച്ചി പഠിപ്പ് നിർത്തിയത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര അത്ഭുതമാവാണ്. ആണോ ദേവു, രേവതിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു? ഇല്ല, പിന്നെ എന്നെക്കാട്ടിലും നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നതാ ചേച്ചി. അപ്പോൾ ലക്ഷ്മി പറയണം, അതേ മോനെ, രേവതി നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരെക്കാട്ടിലും കൂടുതൽ പഠിക്കുക രേവതിയായിരുന്നു, പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് രേവതി പഠിപ്പ് നിർത്തിയതാണ് പറയുക. ദേവ് പറയും, എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പ് നിർത്തി രാവും പകലില്ലാതെ കഷ്ടപ്പെട്ടു, ഓടി പണിത് ഞങ്ങളെ ഒരു കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തി. ഈ ഗ്രാമത്തിലെല്ലാവരും പറയായിരുന്നു, ഏറ്റവും ആദ്യം ഉണരുന്നത് രേവതി ചേച്ചിയാണ്, ഏറ്റവും അവസാനം ഉറങ്ങുന്നത് രേവതി ചേച്ചിയാണെന്ന്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി ഞങ്ങളെ വലുതാക്കിയത്.
സച്ചി പറയാണ് അപ്പോൾ രേവതി അപ്പോൾ നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയണം അതൊന്നും കാര്യമില്ല ദേവു, ഓരോരുത്തർ കുടുംബത്തിന് വേണ്ടി അവസ്ഥ കണ്ട് മനസ്സിലാവണ്ടേ. ചിലർ കുടുംബത്തിലത്തെ അവസ്ഥ മനസ്സിലാവാതെ പഠിക്കാതെ അവിടെ ഇവിടെ കറങ്ങടിച്ച് നടക്കുന്നു. പക്ഷെ നീ അതൊന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷമായനല്ലേ മോളെ എന്ന് ചോദിച്ചിട്ട് രേവതി ദേവുവിനെ കെട്ടിപ്പിടിച്ച് കരയണത് കണ്ണ് ലക്ഷ്മിയും ശരത്തും സച്ചിയും ഒക്കെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കരയുമ്പോൾ സച്ചി പറയണേ എന്തിനിപ്പോൾ ഇങ്ങനെ കരയണേ, ഇത് കരയേണ്ട സമയമല്ലല്ലോ, കണ്ണീര് തുടച്ചേ, ഇതേ അസലായിട്ട് സന്തോഷിക്കേണ്ട സമയമാണെന്നൊക്കെ പറയും. അപ്പോൾ ദേവുവിനോട് പറയും, ദേവു നീ ഇത്ര മെഡിക്കായിട്ട് പഠിച്ചതല്ലേ, നീ ഇനിയും പഠിക്കണം, ഒരുപാട് ഉയരങ്ങളിലെത്തണം, നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് സച്ചേട്ടൻ അറിയാമെന്ന് പറയുമ്പോൾ ദേവിനോട് പറയും, നീ ഇനി എത്ര വേണമെങ്കിലും പഠിക്കണം കേട്ടോ, ഞാൻ പഠിപ്പിക്കാം, നിൻ്റെ എന്ത് ചിലവേറ്റെടുക്കാനും ഞാൻ തയ്യാറാണ്. പറയുമ്പോൾ ദേവ് പറയും, വേണ്ട സച്ചേട്ടാ, ഞാൻ പഠിപ്പ് നിർത്തുകയാണ്, ഇനി എനിക്കൊരു ജോലിയാണ് വേണ്ടത്, എൻ്റെ അമ്മ എത്ര കാലമായി കഷ്ടപ്പെടുന്നു, ഇനി അമ്മ ഇത്തിരി വിശ്രമിക്കട്ടെ, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെ നോക്കാമല്ലോ, എന്നിട്ട് അമ്മയ്ക്ക് ഇത്തിരി വിശ്രമം കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ടാണ് ശരത്ത് നിൽക്കേണ്ടത്. പക്ഷേ സച്ചിയുള്ള കാര്യം കൊണ്ട് ശരത്തിന് വലിയ താല്പര്യമില്ല എന്ന് മാത്രം. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയാണ്, നിനക്കെങ്കിലും കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ടല്ലോ, ചിലരൊക്കെ ഉണ്ട് കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാവാത്തവർ, പഠിക്കാനാന്ന് പറഞ്ഞിട്ട് മറ്റേ ബ്ലേഡ് കമ്പനിയിൽ ഫിനാൻസിലൊക്കെ പോയിട്ട് മറ്റുള്ളവരെ ശാപം ഏറ്റുവാങ്ങുന്നവർ, അവരൊക്കെ പഠിക്കുന്നുണ്ട്, എന്ത് നിലക്കെത്തുന്നുണ്ടോ എന്ന് ആർക്കറിയാം. ഇപ്പോഴൊന്നും അവർക്കത് മനസ്സിലാവില്ല, അത് കാലക്രമേണ അവരുടെ ജീവിതം വലിയ കട്ട പുകയാകുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി പറയാണ് ശരത്തിനോട്, ശരത്തെ കണ്ടില്ലേടാ ദേവ് പഠിച്ച് പാസ്സായത്, നീയും ഇതുപോലെ പഠിച്ച് പാസ്സാവുമല്ലോ അല്ലേ, നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീയും സാധിപ്പിച്ച് കൊടുക്കുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഭയങ്കര വികാരത്തോട് കൂടിയിട്ട് രേവതി. അങ്ങനെ പക്ഷെ അപ്പോഴും സച്ചി ശരത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരത്തിനത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ശരത്ത് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ സച്ചി പറയണത്, ശരി എന്നാൽ ഞാൻ ഇറങ്ങാം രേവതി, നീ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. പറയുമ്പോൾ ഈ സച്ചിട്ട് എന്തിനാ ഇപ്പം തന്നെ പോകണേ, ഞാനും വരാമെന്ന് പറയും. വേണ്ട രേവതി, നീ ഇവിടെ ഇരിക്കുക, എനിക്കൊരു ഓട്ടം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് പറയുമ്പോൾ രേവതി പറയുന്നത് ശരി സച്ചേട്ടാ പറയും. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശരത്ത് വന്നിട്ട് പറയണം, ചേച്ചി എനിക്ക് ഇയാൾ പറഞ്ഞതിന് ഇയാളോട് മറുപടി പറയാൻ അറിയാനിട്ടല്ല, പക്ഷെ ഇത്രയൊരു സന്തോഷമുള്ള ദിവസത്തിൽ ഞാനായിട്ട് ഞാൻ സന്തോഷം തല്ലിക്കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാ, അയാളുടെ സംസാരങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ അറിയായില്ല എന്ന് പറയുമ്പോൾ രേവതി പറയണം, ശരത്ത് നിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നീ നന്നാവില്ല, നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് സച്ചേട്ടൻ അത് പറയണമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ നിനക്കെന്ന് പറയുമ്പോൾ, പിന്നെ ഒരു സ്നേഹ കൂടുതൽ, ഇയാൾക്കാണ് സ്നേഹ കൂടുതൽ, ഇയാൾക്ക് എന്നോട് സ്നേഹമല്ല, ഇയാളുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള വെറുപ്പാണെന്ന് പറയാണ് ശരത്ത്. ഈ സച്ചി ഇറങ്ങണയാട്ടിലും മുന്നേ സന്തോഷം ഇതൊക്കെ നമുക്കൊരു സെൽഫി എടുക്കാൻ നോക്കിയിട്ട് രേവതി എല്ലാവരും പിടിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ശരത്ത് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശരത്തിനോട് പാടാ ശരത്തെ സെൽഫി എടുക്കാതെ എന്നിട്ട് ശരത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെ ഒരു കുഞ്ഞു കുടുംബത്തിലത്തെ സന്തോഷം ഒരു സെൽഫിയിൽ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരത്ത് ഇങ്ങനെ സച്ചിനെ കുറ്റപ്പെടുത്തുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ സച്ചിനെ കുറ്റപ്പെടുത്തണ്ട, ഇപ്പം നല്ല സന്തോഷമുള്ളൊരു സമയമാണ് ശരത്തെ, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അവൻ പറഞ്ഞത് നോക്കി, ഇപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഇടയിൽ നീയായിട്ട് സന്തോഷം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ശരത്തിന് ശാസിക്കുന്നോട് കൂടിയിട്ട് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവാണ്. അത് കഴിഞ്ഞു. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രുതി ഇരുന്ന് ഗെയിം കളിക്കുകയാണ് മൊബൈലിൽ. അപ്പോൾ ശ്രുതി ഇങ്ങനെ കണക്ക് നോക്കിയിട്ട് പറയാണ്, ശ്രുതി ഒരു 30,000 രൂപയുടെ ഷോർട്ട് ഉണ്ടല്ലോ കഴിഞ്ഞ മാസം പറയുമ്പോൾ, ആ 30,000 രൂപ, അതോ ഞാൻ ഫുഡ് കൊണ്ടുപോകാറില്ലല്ലോ ശ്രുതി ഇപ്പോൾ, അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു മാസത്തെ ചിലവായിരിക്കും, ഫുഡ് കഴിക്കാൻ ശ്രുതിക്ക് മാത്രം ഫുഡ് കഴിക്കാൻ ഒരു മാസം 30,000 രൂപ, ഇത് എന്താ ശ്രുതി ചോദിക്കുമ്പോൾ പറയാണ്, ഞാനിങ്ങനെ സാധാരണ ഹോട്ടലിലൊന്നും കയറിയാൽ പറ്റില്ലല്ലോ, ഞാനൊരു ബിസിനസ്മാൻ അല്ലേ, അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ കയറണ്ടേ ശ്രുതി, ഇത് കുറച്ച് ചിലവ് കൂടുതലല്ലേ, ഈ ചിലവൊക്കെ അധിക ചിലവാട്ടോ, ഇതൊക്കെ നമ്മൾ ചുരുക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണേ, എൻ്റെ ശ്രുതി ഞാനൊരു ബിസിനസ്മാനാണ്, നാളെ ഒരു മൾട്ടി മില്യണയർ ആവേണ്ട ആളാണ്, നിനക്കത് എന്താ മനസ്സിലാവാത്തത്, പക്ഷേ ഇത് കുറച്ച് ഓവറാണ്, നമ്മൾ അങ്കിളിന് 50,000 രൂപ കൊടുക്കണ്ടേ, അതിൻ്റെ കൂടെ ഈ ചിലവും കൂടി ആകുമ്പോൾ താങ്ങോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, അതൊക്കെ നടന്നോളൂ ശ്രുതി, നമ്മളിപ്പോൾ നല്ല രീതിക്ക് കച്ചവടമൊക്കെ നടത്തണില്ലേ, നീ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ ആവാതിരുന്നേ, ഒന്നും മിണ്ടാതിരുന്നേ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ എന്ന് പറയണം. ശ്രുതി എനിക്കറിയില്ല അത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയണം ശ്രുതി. ആ സമയത്ത് ശ്രുതിക്കൊരു ഫോൺ വരികയാണ്. ഇതാരെപ്പോൾ നോക്കുമ്പോൾ ബാങ്കിലെ മാനേജറാണ്. ഹലോ, ഞാൻ ബാങ്ക് മാനേജറാണ്, എന്താ സാർ പറയൂ, EMI ഒക്കെ ഞങ്ങൾ അടച്ചല്ലോ ഈ മാസത്തെ. താങ്കൾ EMI അടച്ചു, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, താങ്കൾക്ക് ക്രെഡിറ്റ് കാർഡൊന്നും വേണ്ടേ ശ്രുതി? ക്രെഡിറ്റ് കാർഡോ? അതേന്നേ, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങളുടെ പ്ലാറ്റിനം കസ്റ്റമറായിട്ടാണ് ഞങ്ങൾ കരുതിയേക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്, നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷ വയ്ക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ക്രെഡിറ്റ് കാർഡോ ആണോ, ഞാനൊരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി ചിന്തിച്ചതേ ഉള്ളൂ സാർ, ആയിക്കോട്ടെ ഞാൻ ഇന്ന് തന്നെ വന്ന് ആപ്ലിക്കേഷൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വലിയ സന്തോഷത്തോടു കൂടിയിട്ട്
പറയാണ്. അപ്പോൾ ശരി സാർ, ഞാൻ താങ്ക് യു, ഞാൻ ഇന്ന് തന്നെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതി പറയാം, കണ്ടോ ശ്രുതി, ഭാഗ്യം വരണ വരവ് കണ്ടോ, ക്രെഡിറ്റ് കാർഡും കൂടി നമുക്ക് വരാം, ഇങ്ങോട്ട് വിളിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് തരാമെന്ന് പറഞ്ഞു, അതും പ്ലാറ്റിനം കസ്റ്റമറായിട്ട്. അപ്പോൾ കണ്ടില്ലേ നിൻ്റെ ഭർത്താവ് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ ശ്രുതി പറയണം, ശ്രുതി ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണോ, നമുക്കിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ ശ്രുതി? വേണം ശ്രുതി, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായാൽ നമ്മൾ ആവശ്യമുള്ളത് ഇല്ലാത്തത് മുഴുവൻ വാങ്ങിക്കൂട്ടി ഒരുപാട് ചിലവാകട്ടോ ശ്രുതി, അതും മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരുന്നേ ശ്രുതി, ഇതൊക്കെ വേണം, ഒരു ക്രെഡിറ്റ് കാർഡ് എന്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയമാണ് എന്നൊക്കെ പറയുകയാണ് ശ്രുതി എന്നാലും ക്രെഡിറ്റ് കാർഡ് വേണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ, ഇതൊക്കെ അധിക ചിലവായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പൈസ പോയി തുറന്ന് പറയുമ്പോൾ എൻ്റെ ശ്രുതി നീ ഒന്നും മിണ്ടാതിരുന്ന, ഒരു ക്രെഡിറ്റ് കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ കൂടില്ലേ, അത് നമുക്ക് ഭാവിയിലേക്ക് ഉപകാരം ചെയ്യും, ഞാനൊരു മൾട്ടി മില്യണയർ ആവില്ലേ എന്നൊക്കെ പറയും. എപ്പോഴും മൾട്ടി മില്യണയർ ആവുന്ന കാര്യം മാത്രം ശ്രുതി ചിന്തിച്ചാൽ മതി, ഒരു കുട്ടിയെ പറ്റി ശ്രുതി ചിന്തിക്കേണ്ടെന്ന് പറയണം ശ്രുതി. കുട്ടിയെ പറ്റിയൊക്കെ എനിക്കും ചിന്തയുണ്ട്, അത് അതിൻ്റെ സമയത്ത് നടന്നോളും എന്നൊക്കെ പറയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നോ, എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ അതിനുള്ള വഴി നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പിണങ്ങി നീറ്റ് പോകാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഇരുന്നിട്ട് ചിരിച്ചിട്ട് പറയണം, മണ്ടി, ഇവൾക്കൊരു തുണ്ട് പോലും ബോധമില്ലേ, ഇവൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എങ്ങനെ കുട്ടി ഉണ്ടാവാനാ എന്നിങ്ങനെ ആലോചിച്ചിട്ട് മണ്ടൻ ശ്രുതി അതിങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് ചിരിക്കുകയാണ്. ആ ഒരു കോമഡിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.